വിഷ്ണുവിനെ വിദേശത്തേക്ക് കൊണ്ടുപോയത് വൻ സംഘമെന്ന് NK പ്രേമചന്ദ്രൻ MP പറയുന്നു. എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയായാൽ വിഷ്ണുവിനെ നാട്ടിലെത്തിക്കാനാവും. വിഷയം പാർലമെന്റ് ഉന്നയിക്കുമെന്നും NK പ്രേമചന്ദ്രൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കുറേയേറെ നാളുകളായി ഈ വിഷയത്തിൽ NK പ്രേമചന്ദ്രൻ MP ഇടപെടുന്നുണ്ട്. അപ്പം ഇപ്പോൾ എംബസിയുടെ അല്ലെങ്കിൽ കോടതിയുടെ കസ്റ്റഡിയിലാണ് ഈ വിഷ്ണു ഉള്ളത്. തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയുള്ള നമ്മളൊരു നടപടി എന്താണ്? സത്യത്തിൽ ഒരു ശ്രമകരമായ ദൗത്യമായിരുന്നു. എൻ്റെ മുന്നിൽ ഈ പ്രശ്നം വരുന്നത് 24-25 തീയതിയോടുകൂടിയാണ്. അന്ന് മുതൽ ആദ്യം ബാങ്കോക്ക് എംബസിയുമായി ബന്ധപ്പെട്ടു. അവരുടെ പരിധിയിലല്ല, മ്യാൻമാറിൻ്റെ പരിധിയിലാണ് എന്ന് അവരുടെ തന്നെ അന്വേഷണത്തിൽ ശ്രദ്ധയിൽപ്പെട്ടു. ഇവർ നേരിട്ട് ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഏറ്റവും വിചിത്രമായിട്ടുള്ള സംഗതി ഇതിനിടയ്ക്കാണ് ഈ സാധാരണക്കാരിൽ നിന്ന് ഏതാണ്ട് 5 ലക്ഷം രൂപ എക്സ്റ്റോർട്ട് ചെയ്തുകൊണ്ടുള്ള നടപടിയാണ് സ്വീകരിച്ചത്. സോ മ്യാൻമാർ എംബസിയുടെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വന്ന ഘട്ടത്തിലാണ് ഏറ്റവും ഒടുവിൽ നിവൃത്തിയില്ലാതെ അവർ തിരിച്ചു വീണ്ടും തായ്ലൻഡിലേക്ക് ബാങ്കോക്കിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ എനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ 4 മറുപടികളാണ്, 4 or 5 മറുപടികൾ ബാങ്കോക്ക് എംബസിയുടെ ഭാഗത്തു നിന്നും മ്യാൻമാർ എംബസിയുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ട്. അതിൽ അവർ തന്നെ പറയുന്നു വേണ്ട 784 പേരെയാണ് 2024 ശേഷം ഈ പറയുന്ന പ്രദേശത്ത് ഏറ്റവും വലിയ കബളിപ്പിനത് ഈ സൈബർ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കബളിപ്പിക്കലിന് വിധേയമായിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽസ് ഏതാണ്ട് 784 ഇന്ത്യൻ നാഷണൽസ് ഈ രൂപത്തിൽ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഹി ഈസ് സേഫ്. കാരണം അവർ 5 ലക്ഷം രൂപ വാങ്ങിയതിന് ശേഷം ഈ മ്യാൻമാറിലുള്ള നമ്മുടെ എംബസി അധികൃതരും അവിടുത്തെ പോലീസും ലോക്കൽ അതോറിറ്റീസും ഒക്കെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഈ 5 ലക്ഷം രൂപ വാങ്ങിയതിന് ശേഷം അദ്ദേഹത്തെ നേരെ അവരുടെ അതിർത്തിക്ക് ഇപ്പുറത്ത് കൊണ്ടുവന്ന് വിട്ടു. നമ്മുടെ എംബസിയുടെ ശ്രദ്ധയിൽപ്പെട്ടു, അന്വേഷണത്തിൽ പെട്ടു. ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ട്. പോർട്ടിൽ കൊണ്ടുപോയി ഇനി അടുത്ത ഇമിഗ്രേഷൻ പ്രോസസ്സാണ് ചെയ്യേണ്ടത്. ലേറ്റസ്റ്റ് പൊസിഷൻ ഇപ്പോൾ അറിയില്ല.